Hi friends, Tramp and Taste ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഹോം മെയ്ഡ് ഡെസേർട്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, മാംഗോ ഐസ്ക്രീം. അതും വെറും മാംഗോ ഐസ്ക്രീം അല്ല, ടൂട്ടി ഫ്രൂട്ടി മാംഗോ ഐസ്ക്രീം. അതിന് വേണ്ട ഐറ്റംസ് ടൂട്ടി ഫ്രൂട്ടി മാത്രമാണ് നമുക്ക് വീടുകളിൽ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്തത്. അത് കിട്ടുമെങ്കിൽ നല്ലത്. പിന്നെ മാമ്പഴം, ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ, എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെയാണ് ഹോം മെയ്ഡ് ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിന്നിവിടെ മാംഗോ ട്യൂട്ടി ഫ്രൂട്ടി ഐസ്ക്രീമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ കിട്ടാവുന്ന ഐറ്റംസ് വെച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന. അതിനകത്ത് ആകെ ഒത്തിരി കിട്ടാൻ ഡിഫിക്കൽട്ടുള്ളത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയാണ്. പക്ഷെ ഇപ്പോൾ കടകളൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 500 ml ഫ്രഷ് മിൽക്ക്, പിന്നെ വേറെ ഒരു 150 ml മിൽക്കും കൂടെ, അതെന്തിനാണെന്ന് പറയാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, വീറ്റ് ഫ്ലോർ, ഒരു 150 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി. ഇനി എങ്ങനെയാണ് നമുക്ക് ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഇനി നമ്മൾ ഒരു പാൻ വെക്കുക. അതിനകത്തോട്ട് നമ്മുടെ 500 ml മിൽക്ക്, 1/2 ലിറ്റർ പാല് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ പാല് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിരിക്കുന്ന ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഗോതമ്പ് പൊടി ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ, ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 150 ഗ്രാം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞു വരണം. ഇനി നമ്മുടെ വീടുകളിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം പാലിന്റെ എമൗണ്ട് അതിനനുസരിച്ചിട്ട് കുറയ്ക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോഴത്തേക്ക് അത് സ്വീറ്റൻഡ് ആണ് ഓൾറെഡി. അപ്പോൾ നമുക്ക് പഞ്ചസാരയുടെ എമൗണ്ട് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ മാമ്പഴം നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ മധുരം നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ അതിനനുസരിച്ച് കുറയ്ക്കാം. പിന്നെ നമ്മളിത് ഹോം മെയ്ഡ് ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷുഗർ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടെ കഴിക്കാൻ പാകത്തിന് മധുരം കുറച്ചാണെങ്കിലും ഉണ്ടാക്കാം. നമ്മളപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചൂടാറിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ല ഒരു 150 ml മിൽക്ക്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. നമ്മുടെ ഗോതമ്പ് പൊടിയും പാലും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാലിനകത്തോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാല് നമ്മൾ എടുത്തത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ആ കൺസിസ്റ്റൻസി കാണാം. പിന്നെ പാലിൻ്റെ ആ വൈറ്റ് കളർ മാറി ഒരു ക്രീമി ഷെയ്ഡായിട്ടുണ്ട്. ഇത്തിരി തിക്കായി വരുന്നു. ഇതിനകത്തോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് പൊടി പാലും കൂടെയുള്ള മിക്സ്ചർ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ആ മിക്സ്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതിൻ്റെ കളറ് നല്ലൊരു ക്രീമിഷ് അല്ലെങ്കിൽ ഐവറി കളറായിട്ടുണ്ട്. പതുക്കെ തിക്കായി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇത് എപ്പോഴും ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിക്ക് ഒടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കണ്ടോ, പതുക്കെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഗോതമ്പ് പൊടി ഇപ്പം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കത് പൾപ്പാക്കി എടുക്കണം. ഫസ്റ്റ് നമ്മുടെ മാംഗോ പൾപ്പിലേക്ക് ഇനി നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലും ഗോതമ്പ് പൊടിയും കൂടെയുള്ള ആ മിക്സ്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ മിക്സ്ചർ നമ്മൾ ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഇല്ല, പകരം എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ പ്ലെയിൻ ഐസ്ക്രീമായിട്ടും നമുക്കിത് ട്രൈ ചെയ്യാം. പിന്നെ ചിലർക്ക് ഇടയ്ക്ക് മാംഗോ പീസസ് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ചെറിയ സ്മോൾ ക്യൂബ്സ് ആക്കി മാംഗോ പീസ് അരിഞ്ഞു കൊടുത്തിട്ട് ഇതിനകത്ത് കൂട്ട് നമുക്കിടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ എടുത്തു വെച്ച ടൂട്ടി ഫ്രൂട്ടിയുടെ ഒരു 1/4 ഭാഗം ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെക്കാം ഒരു 30 മിനിറ്റ്സ്. അതിനുശേഷം ഇത് ഒന്നോടെ വെളിയിലോട്ട് എടുത്തിട്ട് ഇതുപോലെ തന്നെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അപ്പോഴത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇനിയൊരു ഇതിൻ്റെ ടോപ്പ് വെച്ച് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളൊരു 1/2 hour കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്നുള്ളത് ഇത് കണ്ട് ഇപ്പോൾ പേസ്റ്റ് ഒന്ന് ഇത്തിരിയോടെ തിക്കായി വന്നിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം ഒരു 1/2 hour വെളിയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ആവുന്ന അതേ ഒരു ഇതാണ്. നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ താഴെ പോയി കിടന്ന് ടൂട്ടി ഫ്രൂട്ടി എല്ലാം പതുക്കെ മുകളിലോട്ട് സെറ്റായി വരും. ഇപ്പം നമ്മളൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞായിരുന്നു ഇത്തിരി ടൂട്ടി ഫ്രൂട്ടി ഞാൻ ബാക്കി എടുത്ത് വെക്കുന്ന അതുകൂടെ ഒന്ന് ജസ്റ്റ് മുകളിൽ ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഗ്രേറ്റഡ് കാഷ്യൂനട്ടോ ഡ്രൈ കിസ്മിസോ അല്ലെങ്കിൽ പിസ്ത എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് ഫ്രീസ് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ ഒരു 4 hours നമുക്ക് നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ട് 4 hours കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഐസ്ക്രീം പരുവത്തിന് അത് സെറ്റായിട്ടുണ്ടാകും. ഇനി നമുക്ക് 4 hours കഴിഞ്ഞ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാത്രം ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഇവിടെ മുകളിൽ തന്നെയുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാം. നമ്മുടെ യമ്മി ഹോം മെയ്ഡ് ടൂട്ടി ഫ്രൂട്ടി മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഐറ്റം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.